അസ്സലാമു അലൈക്കും. നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ പ്രസ്ഥാനക്കാർ എതിർക്കാൻ തന്നെയാണ് നമ്മുടെ സമസ്ത രൂപീകരിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് മാത്രം ഞാൻ പുഷ്പപ്പെട്ടിട്ടില്ല. അതുപോലെ അപ്പോൾ ബിദഅത്ത് പ്രസ്ഥാനക്കാരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ അവരോട് സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അവരെ കുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഉണ്ട്. ഇതിലെല്ലാം ബഹുമാനയുടെ കന്നിയത്ത് ഉസ്താദെല്ലാം ഫത്വയും നൽകിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം നേതാവ് ബഹുമാന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ധിക്കരിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോയി. ഇപ്പൊ മറുവശത്തിലുള്ള ജലീൽ സഖാഫി എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ മുജാഹിദുകളുടെ മയ്യത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റില്ല, ഇസ്ലാമിക തെറ്റില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അവതാരിക എഴുതിയ ബഹുമാനയുടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. അതുപോലെ അതിന് അനുമോദനം എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്റ്റേജിൽ തന്നെയുള്ള ബഹുമാന അബ്ദുൽ സമീദ് സാഹിബ് അവർകളാണ്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊരു മസ്അലാപരമായ വിഷയമാണ്. അതിൽ ഫുഖഹാ എന്തു പറഞ്ഞു എന്നാണ് അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എ പി വിഭാഗത്തിനെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. എ പി വിഭാഗത്തിൽ ഫിഖ്ഹിന്റെ കിതാബ് അർത്ഥം വെക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ ബിദ്അത്തുകാർക്ക് മയ്യിത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്നോ പാടില്ല എന്നോ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഷാഫി മദ്ഹബിലെ ഒരു ഉദ്ധരണി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ ആ വിഷയം അവസാനിക്കും. അതേ സമയത്ത് സജ്റിന് വേണ്ടി സലാം നിസ്കരിക്കാൻ പാടില്ല, അവരോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മുസ്ലിമിന്റെ പേരിലും മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഹുക്കുമ് അവിടെ മുബത്തദി എന്നോ സുന്നി എന്നോ വ്യത്യാസമല്ല. ഇപ്പൊ ഈ മഹല്ലത്തിൽ ഒരാൾ മരിച്ചു, മുബത്തദിയാകുന്ന ആളാ മരിച്ചത്, എന്നാൽ ഈ നാട്ടുകാരാകുന്ന ഒരാളും മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ എ പി ഇക്ക് വ്യത്യാസമില്ലാതെ എല്ലാവരും കുറ്റക്കാരാകും എന്നുള്ളതാണ് ഫുഖഹായിന്റെ ഭാഷ. അങ്ങനെയാണ്. അതിൽ സമസ്തക്ക് പുതിയ തീരുമാനമൊന്നുമില്ല. പക്ഷെ സജ്റിന് വേണ്ടി അവരോട് പിണങ്ങി നിൽക്കാനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സജ്റിന് വേണ്ടി അല്ലാത്ത സമയത്ത് പിണങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ ആത്യന്തികമായിട്ട് പറയാനുള്ളത് ബിദ്അത്തുകാർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള വാദം ഫുഖഹായിന് പോലും ഇല്ല എന്നുള്ളതാണ്.